എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരിലേക്കും ദൈവ സ്നേഹവും ദൈവാനുഗ്രഹങ്ങളും ഒത്തിരി നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക പ്രിയപ്പെട്ട ലിൻഡോ കാട്ടുപറമ്പിൽ അച്ഛനാണ്. ഒത്തിരി ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ള, രചന നൽകിയിട്ടുള്ള, സംഗീതത്തെ ഒത്തിരി സ്നേഹിക്കുന്ന നല്ലൊരു ഗായകനായിട്ടുള്ള പ്രിയപ്പെട്ട ലിൻഡോ അച്ഛ ഹെവൻലി മെലഡീസിൻ്റെ ഈ ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അച്ഛാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എപ്പോഴെപ്പോഴും സുഖമായിരിക്കുന്നല്ലേ അച്ഛാ? സുഖമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് നമുക്ക് അച്ഛൻ്റെ ഒരു മനോഹരമായ ഒരു ഗാനത്തിലൂടെ തന്നെ ആരംഭിച്ചാലോ? ആരംഭിക്കാം. ഏത് പാട്ടായിരിക്കും അച്ഛാ പാടുക? ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത ഒരു ഗാനം, അതിൻ്റെ രചനയും ഞാൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. രചന അത്ര വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷേ ആദ്യമായിട്ട് ഒരു സാധനം ചെയ്തപ്പോൾ എനിക്കൊരാഗ്രഹം ഞാൻ തന്നെ ചെയ്ത് രചന നടത്തി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത. വർഷമാണത് ഓർക്കുന്നോ? ഒരു 4 വർഷം മുമ്പാണ്. 4 വർഷം മുമ്പാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത്, ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് എന്തായിരിക്കുന്നു, അതൊരു പുരോഹിതനായതിൻ്റെ ആ ഒരു പേരിലാണ്. അതുകൊണ്ട് എനിക്ക് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച ആ ദാനം എനിക്ക് നൽകിയ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് തന്നെ ചെയ്യണമെന്നായിരുന്നു ഒരാഗ്രഹം. അങ്ങനെ ചെയ്ത് ഒന്ന് പുറത്തിറക്കിയ ഒരു പാട്ടാണ്. മെഴുതിരി പോലെ തിരുസന്നിധാനത്തിൽ പരിമളം തൂകുന്ന പനിനീർ പോലെ തിരുമുൻപിൽ എരിയുന്ന മെഴുതിരി പോലെ തിരുസന്നിധാനത്തിൽ പരിമളം തൂകുന്ന പനിനീർ പോലെ നാഥ നാഥ യേശുവേ ഇതാ ഞാൻ. നാഥ നാഥ യേശുവേ ഇതാ ഞാൻ. മാതാവിനുദരത്തിൽ ഉരുവാകും മുൻപേ ജനതകൾക്കായി എന്നെ തിരഞ്ഞെടുത്തു. മാതാവിനുദരത്തിൽ ഉരുവാകും മുൻപേ ജനതകൾക്കായി എന്നെ തിരഞ്ഞെടുത്തു. അഭിഷേകമേകി ശക്തിയുമേകി ദൈവിക ചൈതന്യം ദാനമായി നൽകി. അഭിഷേകമേകി ശക്തിയുമേകി ദൈവിക ചൈതന്യം ദാനമായി നൽകി. ബലിപീഠത്തിൻ കൂടു ചമയ്ക്കാൻ സുവിശേഷത്തിൻ വാഹകനാകാൻ പ്രാണൻ നൽകും പ്രേഷിതനായിടുവാൻ. നാഥ നാഥ
യോഗ്യമല്ലെങ്കിലും ഈ മൺപാത്രത്തിൽ ദൈവിക ദാനങ്ങൾ പകർന്നു നാഥൻ. യോഗ്യമല്ലെങ്കിലും ഈ മൺപാത്രത്തിൽ ദൈവിക ദാനങ്ങൾ പകർന്നു നാഥൻ. ക്രൂശിതനാകാൻ അപ്പമായി തീരുവാൻ ആടുകൾക്കായി സ്വയം ജീവൻ നൽകുവാൻ. ക്രൂശിതനാകാൻ അപ്പമായി തീരുവാൻ ആടുകൾക്കായി സ്വയം ജീവൻ നൽകുവാൻ. മേഷഗണത്തിൻ നായകനാകാൻ കാവൽ നൽകി ചാരി നടക്കാൻ സ്വർഗം പണിയും സേവകനായിടുവാൻ. തിരുമുൻപിൽ എരിയുന്ന മെഴുതിരി പോലെ തിരുസന്നിധാനത്തിൽ പരിമളം തൂകുന്ന പനിനീർപ്പൂവ് പോലെ. തിരുമുൻപിൽ എരിയുന്ന മെഴുതിരി പോലെ തിരുസന്നിധാനത്തിൽ പരിമളം തൂകുന്ന പനിനീർപ്പൂവ് പോലെ. നാഥ നാഥ യേശുവേ ഇതാ ഞാൻ. നാഥ നാഥ യേശുവേ ഇതാ ഞാൻ. ലിൻഡോച്ചാ, വളരെ വളരെ മനോഹര ഒരു ഗാനം. പൗരോഹിത്യത്തെ പറ്റിയുള്ള സുന്ദരമായ വരികളുടെ സംഗീതം. തിരുപ്പെട്ട ശുശ്രൂഷകൾക്ക് നമുക്കിനി ഈ പാട്ടുകൾ ഒത്തിരി ഉപയോഗിക്കാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. വീട് അച്ഛൻ്റെ? എൻ്റെ വീട് സാഞ്ചോ നഗറിലാണ്. സാഞ്ചോ നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങൂര്, നമ്മുടെ ഡിവൈനിൽ നിന്നൊരു കഷ്ടി ഒരു 2 കിലോമീറ്റർ ദൂരം. വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛാ? വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ എനിക്കുള്ളൊരു മൂത്ത പെങ്ങളാണ്. നിങ്ങൾ 2 പേരാണ്? അല്ലല്ല, പെങ്ങള്, പിന്നെ ചേട്ടൻ. ഏറ്റവും മൂത്തത് ചേച്ചി, പിന്നെ ചേട്ടൻ, പിന്നെ ഞാൻ ഏറ്റവും അവസാനത്തെ ആളാണ്. അച്ഛാ, സെമിനാരിലേക്കൊക്കെ വരുന്ന ഒരു വഴി എങ്ങനെയാണ്? എന്ന് മുതലാണ് ആ ഒരു ചിന്ത ഉള്ളിലേക്ക് വന്നത്, ഒരു അച്ഛനാകണമെന്നൊക്കെ? ഞാനിത് പറഞ്ഞ് എങ്ങനെ ഇരിക്കും എന്നറിയാൻ പാടില്ല. ചിലവർ ആഗ്രഹിച്ചിട്ട് സെമിനാരി വരും. ഞാൻ ആഗ്രഹിക്കാതെ സെമിനാരിൽ വന്ന ഒരാളാണ്. ഇൻട്രസ്റ്റിംഗ്, പറയൂ. ഞാൻ 9ാം ക്ലാസ് മുതൽ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. രാവിലെ കുർബാനയ്ക്ക് പോവും. കുർബാനയിൽ അൾത്താര ബാലനും കൂടിയായിരുന്നു. അങ്ങനെ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും എല്ലാം റെഗുലറായിട്ട്, SSLC പരീക്ഷയാണെങ്കിൽ പോലും ഞാൻ പോവും. പിന്നെ ഞങ്ങളുടെ ഇവിടെ അൾത്താര കുട്ടികൾ, അതുപോലെ CLCയിലെ കുട്ടികളൊക്കെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടി ഒരു 7:30 മണിയാകുമ്പോൾ വികാരിച്ചൻ്റെ കൂട്ടത്തിൽ കൊന്ത ചെല്ലണ പതിവൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളവിടെ കുത്തിയിരുന്ന് എന്തെങ്കിലും ക്യാരംസോ കളിക്കുകയോ അതുപോലെ എന്തെങ്കിലും ചെറിയ ഗെയിംസോ വർത്താനമൊക്കെ പറയുകയോ അങ്ങനെ ചെയ്യും. എൻ്റെ SSLC പരീക്ഷ തീരുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ വികാരിയച്ഛനായിരുന്ന ജോസ് പാരിയത്രച്ഛൻ അച്ഛൻ എന്നെ വിളിച്ചു, ലിൻഡോ ഒന്ന് വന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് അച്ഛാന്ന് വെച്ചു. ലിൻഡോ എന്ന പരീക്ഷ ഞാൻ പറഞ്ഞു, നാളെ പരീക്ഷ തീരും അച്ഛൻ. അച്ഛൻ പറഞ്ഞു, മറ്റന്നാൾ മുതൽ നമ്മുടെ എറണാകുളം മൈനസ് സെമിനാരിൽ ഒരു വൊക്കേഷൻ ക്യാമ്പ് കിടപ്പുണ്ട്, അതിന് ലിൻഡോ പോകണം. ഞാൻ, വൊക്കേഷൻ ക്യാമ്പാ? അതെന്താ സാധനം? ഞാനങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരാളാണ്. അപ്പോൾ വൊക്കേഷൻ ക്യാമ്പ്, അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് അച്ഛൻ, ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനങ്ങനെ പുറത്തൊന്നും ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്ന ഒരാളല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, ഞാൻ കൂടെ 2 ആളെ കൂടെ നമുക്ക് പോവാം. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ വൊക്കേഷൻ ക്യാമ്പ്, 2 പേരും കൂടെ വൊക്കേഷൻ ക്യാമ്പിനുണ്ടായിരുന്നു. ഒരു സാൽവിൻ കണ്ണമ്പള്ളി. അവരിപ്പോഴുണ്ടോ? സാൽവിൻ അച്ഛൻ നമ്മുടെ രൂപതയിലെ അച്ഛനാണ്. ഞങ്ങൾ 3 പേരെന്ന് സെമിനാരിയിൽ വൊക്കേഷൻ ക്യാമ്പിന് പോയതിൽ ഞങ്ങൾ 2 പേര് വൈദികരായി. അല്ല, സാൽവിൻ അച്ഛൻ ഇപ്പോൾ VNAയിൽ പഠിച്ചു PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് സെമിനാരിയിൽ
പിന്നെ സാധാരണഗതിയിൽ സെമിനാരിയിൽ വന്നു കഴിയുമ്പോൾ വൊക്കേഷൻ ക്യാമ്പിന് പോകും. അപ്പം എൻ്റെ കൂടെയുള്ളവർ നിർബന്ധിച്ച് ഞാനന്ന് ജസ്റ്റ് അവിടെ പേര് കൊടുത്തു. അങ്ങനെ അതനുസരിച്ച് അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടും എനിക്ക് വലിയ താല്പര്യം തോന്നണില്ല. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് അവിടെ ചെന്ന് എന്നെ കുഴപ്പിച്ച് ഏറ്റവും വലിയ ചോദ്യം ചോദിച്ചത്, ലിൻഡോ വളരെ ചെറിയ ആളാണല്ലോ, ഈ ശരീരമൊക്കെ വെച്ചിട്ട് ആൾത്താരയിൽ സക്രാരിലേക്ക് കയ്യെത്തോ ചോദിച്ചൊരു ചോദ്യമാണ്. ഇന്നാണെങ്കിൽ നമുക്ക് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്, അന്ന് നമുക്കൊന്ന് പറയാം. ഞാൻ എന്തോ ഒരു കുസൃതി മറുപടി അതിനിടയ്ക്കാണ്ട് പറഞ്ഞു. നമ്മുടെ രൂപതയിൽ തന്നെ വളരെ ചെറിയ അച്ഛന്മാരെ അയച്ചുകൊണ്ട്, ആ അച്ഛനെ എനിക്ക് പരിചയമുള്ളതാണ്, ആ അച്ഛനൊക്കെ അച്ഛനാണെങ്കിൽ പിന്നെ എനിക്കൊന്നും ഉണ്ടായിക്കോട്ടെ, ആ ഇവിടെ ഈ ഫ്രണ്ടിലിരിക്കുന്ന പിതാവാണെന്നോ വികാരിയൻ്റാളാണെന്നോ ഇവരൊക്കെ എത്ര വലിയ ആൾക്കാരാണെന്ന് നമുക്കൊരു ധാരണയില്ല. അങ്ങനെ ഒരു കൗണ്ടറായിരുന്നു. അതെ, അത് ഒരു ചിരിയുടെ ബഹളമായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടേ അവർ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഇങ്ങനെ സെമിനാരിൽ ചേരാനൊക്കെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ പോകുന്നവർ ഈ ഇൻ്റർവ്യൂ സെമിനാരിൽ ചേരാൻ വൊക്കേഷൻ ക്യാമ്പിന് ഒരു 100-100 ചില്ലാനും പേര് വരും. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 10-50-60 പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇവരിൽ നിന്നാണ് പിന്നെ ഒരു 10-20-25 പേരെ നമ്മൾ സെമിനാരിയിലേക്ക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും രൂപതയുടെ സെമിനാരിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് അഡ്മിഷൻ കിട്ടരുതേ. പക്ഷെ അവസാനം എനിക്ക് അഡ്മിഷൻ കിട്ടി. അത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹൃദയം തകർന്നു പോയി. പക്ഷെ അത്രയും ഒരു ധൈര്യമില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു. ശരിക്കും അച്ഛനിലൊരു ദൈവവിളി ഉണ്ടെന്ന് കണ്ടെത്തിയത് അച്ഛനല്ല, വികാരിയച്ഛനാണ്. അതാണ് അതിൻ്റെ കാര്യം. ഞാൻ പിന്നീട് വികാരിയച്ഛനോട് ചോദിച്ചിട്ട്, ഞാൻ പാലൂത്ര വികാരിയായിരുന്ന സമയത്ത് അച്ഛൻ കുറച്ച് നാളവിടെ വന്ന് ശുശ്രൂഷ ചെയ്തായിരുന്നു. അന്ന് ഞാൻ അച്ഛനോട് വൈകിട്ട് നടക്കാൻ പോയ സമയത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തുകൊണ്ട് അന്ന് അങ്ങനെ സെമിനാരിയിൽ എന്ത് കണ്ടിട്ടാണ്? എന്താ പറഞ്ഞ അച്ഛനൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്തോ എനിക്കങ്ങനെ തോന്നി. ശരിക്കും അങ്ങനെയാണല്ലേ നമ്മുടെ ദൈവവിളികളല്ലേ. നമ്മൾ മേൽത്തരം എന്ന് കരുതുന്ന മഹത്തരം എന്ന് കരുതുന്ന വ്യക്തികളിനേക്കാൾ ഉപരിയായിട്ട് ഈശോ വിളിച്ച 12 പേര് അങ്ങനെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാര് അല്ലേ. അതെ. നല്ല രസമായിരുന്നു വെച്ചാൽ ദൈവവിളിയുടെ. പക്ഷെ ഇനി അതിന് ശേഷമൊക്കെ അച്ഛൻ്റെ തിരുപ്പട്ടമൊക്കെ വന്നപ്പോൾ ഏത് വർഷമാണ് പട്ടം? 2008 ഡിസംബർ 27. ഞാൻ ഓർത്തത് വളരെ 98 ഞാൻ സെമിനാരിൽ ചേരുന്നേ ഉള്ളൂ. സെമിനാരി കാലഘട്ടത്തിലൊക്കെ പാട്ട് പാടുമായിരുന്നോ? സെമിനാരിയിൽ കൊയറിലുണ്ടായിരുന്നു. പള്ളിയിലൊക്കെ ആയിരുന്നപ്പോൾ എങ്ങനെയാ? കൊയറിലോ ആൾത്താരയിലും ഉണ്ടായിരുന്നു? എൻ്റെ വീട്ടിൽ എനിക്ക് മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത മനുഷ്യനാണ്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എൻ്റെ വീട്ടിൽ ആരും പാടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഏതായാലും സെമിനാരി എത്തിന് ശേഷം അച്ഛനൊരു ഗായകനുണ്ടെന്ന കാര്യമൊക്കെ നമുക്കിനി ആ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് സെമിനാരി കാറ്റടുത്തേക്ക് വരാം അല്ലേ? നോക്കാം. അങ്ങനെയാണ് ഏത് പാട്ടാണ് അടുത്തൊരു പാട്ട് പാടുക? അച്ഛന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ഞാൻ ഈ അച്ഛന്മാരുടെ വാർഷികധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ആരാധനയ്ക്ക് ഈ 5 ദിവസത്തിൽ ഏതെങ്കിലും ദിവസം ചിലപ്പോൾ ഞാൻ പാടുന്ന ഒരു ഗാനം നീ എൻ്റെ സംഗീതവും എന്ന് പറഞ്ഞൊരു ഗാനമാണ്. മനോഹരമായിട്ടുള്ള ഒരു ആരാധനയുടെ ഗാനമാണ്. എനിക്ക് തോന്നുന്നു കെസ്ട്രേട്ടനാണ് അത് ഒറിജിനൽ പാടിയിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സാംസൺ കോട്ടൂരിൻ്റെ ഒരു വേർഷനാണ് ഞാനിപ്പോൾ പാടുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് സെമിനാരി വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ
സങ്കേത നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ
ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവ്വമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവ്വമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. എന്താ വെച്ചാൽ പറയാതിരിക്കാൻ വയ്യ. ഏതൊരു ആരാധന വരുമ്പോഴും നമ്മൾ ഈ പാട്ടില്ലാതെ പറ്റില്ല അല്ലേ? അത്രയ്ക്ക് ഹൃദ്യമായൊരു പാട്ടാണ് അത്. മനോഹര അച്ഛൻ സുന്ദരമായിട്ട് പാടിയിട്ട് നല്ല രസമായിട്ട് പാടി, നല്ല ഫീലായി. അച്ഛൻ ഇപ്പം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ എനിക്ക് തോന്നുന്നത് സെമിനാരി വരുന്നതിന് മുമ്പ് അങ്ങനെ പാടിയിട്ടില്ല, അങ്ങനെ വീട്ടിലും അങ്ങനത്തെ ഒരു സെമിനാരിയിൽ മുമ്പ് പാടിയിട്ടില്ല എന്നല്ല, എൻ്റെ ഇടവകയിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഒന്നൊക്കെ പാടിയിട്ടുണ്ട്. ഉണ്ട്. പക്ഷേ അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ സ്കൂളിലോ അങ്ങനെ സ്കൂൾ കാലത്തോ ഒന്നും സ്കൂളിലൊന്നും ഒരിക്കൽ പോലും ഞാൻ പാടിയിട്ടില്ല. സെമിനാരി വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് കിട്ടിയ ഒരു പ്രോത്സാഹനമൊക്കെ? സെമിനാരിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ വന്ന് -4 വന്നു കഴിഞ്ഞപ്പോൾ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ടാലൻറ്റ് ഹണ്ടുകളുണ്ടല്ലോ, ടാലൻ്റ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പാട്ട് അന്ന് എനിക്കായിരുന്നു പാട്ടിന് ഫസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് അച്ഛൻ്റെ ബാച്ചിൽ വരാൻ നേരത്ത് ഞങ്ങൾ -4 ചേർന്ന സമയത്ത് 21 പേരുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 3 ഗ്രൂപ്പും കൂടി കൂട്ടിയിട്ടല്ലേ മത്സരങ്ങളൊക്കെ വരിക? ആ മത്സരങ്ങൾ വേറെ. ഇതിപ്പോൾ എൻ്റെ ബാച്ചിൽ തന്നെ, എൻ്റെ ബാച്ചിൽ 21 പേര് സെലക്ട് ചെയ്യുന്നതൊക്കെ. അതാത് ബാച്ചിലാണ് കൊയറിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫിലോസഫി തിയോളജി കാലഘട്ടങ്ങളിലൊക്കെ കൊയറിലുണ്ടായിരുന്നു. പിന്നീടാണ് അച്ഛൻ പഠിക്കാനൊക്കെ പോകുന്നത്. ഞാനേ കൊയറിലുണ്ടായിരുന്നെങ്കിലും വേണ്ട പോലെ ഇതിനകത്ത് താല്പര്യം അന്ന് കാണിച്ചിട്ടില്ല. ഇല്ല. ഈ സെമിനാരി പരിശീലന കാലത്ത് പോലും ഞാൻ കുറച്ചും കൂടെ ഈ സ്പോർട്സ് ഗെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു താല്പര്യം. സ്പോർട്സ് അത്യാവശ്യം നമ്മുടെ ഞാനൊരു ചാലക്കുടിക്കാരനാണ്, എൻ്റെ ബേസ് ചാലക്കുടിക്കാരനാണ്. ഫുട്ബോളാണ് എൻ്റെ ബ്ലഡിൽ കിടക്കുന്നത്. അതുകൊണ്ട് സെമിനാരി കാലത്ത് പോലും ഇതൊന്നും മിസ്സാവാതിരിക്കാനായിട്ട് കൊയർ പോലുള്ള സാധനങ്ങൾ ഞാൻ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. ഏതായിരുന്നു പൊസിഷൻ? ഫോർവേഡ് ആയിരുന്നു. പിന്നീടാണ് ശരിക്കും പറയുന്നത് അച്ഛൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, കൈകാര്യം ചെയ്യാൻ അച്ഛനായതിനു ശേഷം. എനിക്ക് തോന്നുന്നു ആ വിശേഷങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡിൽ പറയണം. അച്ഛ ഇത്ര നേരം എൻ്റെ വിശേഷങ്ങളൊക്കെ അച്ഛൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എനിക്കൊരു അവസരം തരും, ഞാനൊരു അവതാരകനാവട്ടെ. അപ്പോൾ അച്ഛൻ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊന്ന് പാടി. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇപ്പോൾ പാടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം ശരിക്കും ജോമിയ ജോസ് അദ്ദേഹം എഴുതി, വോയിസ് ഓഫ് ആദം അജിത് ബേബി എന്ന് ഒത്തിരി സംഗീതം, നല്ല മനോഹരമായ സംഗീതം, ഒത്തിരി ഗാനങ്ങളൊക്കെ നൽകിയ അജിത് ബേബി സംഗീതം ചെയ്ത് ലിഞ്ചു തെരേസ വിൽസനും ഞാനും കൂടി പാടിയൊരു പാട്ടുണ്ട്. ആശംസയേകുന്നിതാ, മംഗളാശംസയേകുന്നിതാ, നവവധൂവരന്മാരെ മംഗളാശംസയേകുന്നിതാ.
സ്നേഹത്തിലൊന്നായിടും പുതുമംഗല്യവേള ഇതാ. സ്നേഹത്തിലൊന്നായിടും പുതുമംഗല്യവേള ഇതാ. അൾത്താരവേദിയിൽ നവഗേഹമുയരുന്ന സ്വർഗീയ നിമിഷമിതാ. അൾത്താരവേദിയിൽ നവഗേഹമുയരുന്ന സ്വർഗീയ നിമിഷമിതാ. ആമോദമായി ഇന്നു പാടാ ആശംസഗാനങ്ങളേകാ. ഈശോയിലൊന്നായി ഒരുപാടു നാളുകൾ കൃപയോടെ വാണിടുവാൻ. ഈശോയിലൊന്നായി ഒരുപാടു നാളുകൾ കൃപയോടെ വാണിടുവാൻ. പാടാം സ്നേഹഗീതം പ്രിയവധൂവരന്മാരെ. പരിപാവനമാം കൂദാശയാലെ ഒന്നായി തീർന്നവരെ. പാടാം സ്നേഹഗീതം പ്രിയവധൂവരന്മാരെ. പരിപാവനമാം കൂദാശയാലെ ഒന്നായി തീർന്നവരെ. അച്ഛ, മനോഹരമായ ഗാനം. താങ്ക് യു ലിൻഡ അച്ഛാ. അച്ഛൻ വളരെ ഫീൽ ചെയ്ത് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. വിവാഹത്തിനൊക്കെ പാടാൻ അപ്പോൾ പറ്റിയ അതിന് നല്ല വരികളും നല്ല സംഗീതവും. എനിക്കത് ഒത്തിരി സന്തോഷം. ഞാൻ ആ 1-2 ഞാനിങ്ങനെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ നമുക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷം. നമ്മൾ പാടിയ പാട്ട് ആൾക്കാരത് ഏറ്റുപാടുന്നു എന്നുള്ളതാണ് ദൈവം ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. അതെ അതെ അതെ, എൻ്റെ ഒരു സന്തോഷം അച്ഛാ. ഒത്തിരി സന്തോഷം അച്ഛാ ലിൻഡോ അച്ഛൻ്റെ കൂടെ ഈ ഒരു എപ്പിസോഡ്. എനിക്കൊന്നും വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ അച്ഛൻ്റെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. അച്ഛൻ സംഗീതം പഠിച്ച കാര്യങ്ങൾ, അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകൾ, അച്ഛൻ്റെ മനോഹരമായ പാട്ടുകളൊക്കെ നമുക്ക് വീണ്ടും കേൾക്കണം. അപ്പോൾ അതുവരെ നമുക്ക് ഒരു ബ്രേക്ക്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹെവൻലി മെലഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി. തുണയായി എന്നും നിങ്ങൾ സ്നേഹിതരായിടുവാൻ. ദാമ്പത്യ വല്ലരി പൂവണിഞ്ഞിടാൻ അനുഗ്രഹമരുളട്ടെ. ഇണയായി തുണയായി എന്നും നിങ്ങൾ സ്നേഹിതരായിടുവാൻ. ദാമ്പത്യ വല്ലരി പൂവണിഞ്ഞിടാൻ അനുഗ്രഹമരുളട്ടെ. ജീവിത ബലിയേകാൻ സ്നേഹ ബലിയാകാൻ